അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിനോട് അടുത്ത സമയത്ത് രോഗശയ്യയിൽ കിടക്കുമ്പോൾ ദുആ ചെയ്ത കൂട്ടത്തിൽപ്പെട്ടതാണ് ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ജഅലു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ഇങ്ങനെ ഹദീസിന്റെ തുടക്കം. ഒരു ഖൗം എന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബുകളാവുന്ന യഹൂദി നസാറാക്കൾ, അവരുടെ മേൽ അള്ളാഹുവിന്റെ കഠിനമായ കോപമുണ്ട്. എന്തുകൊണ്ട്? ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. ഈ പൂർവികരാകുന്ന യഹൂദികളും നസാറാക്കളും അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളിൽ പോയി സുജൂദ് ചെയ്യാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഖബർമൽ നിസ്കരിക്കലും ഖബറിനേക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കലും ആവുന്ന ഖുബൂറിനെ മസാജിദാക്കുന്നതുണ്ട്. എന്നിട്ട് അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്. പൂർവ്വ സമുദായങ്ങളൊക്കെ അവരുടെ സമുദായങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ ഖബറിൽ നിന്ന് മസാജിദാക്കി ഖബറിലേക്കോ ഖബറിന് മുകളിലോ സുജൂദ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്റെ ഖബർ ഒരിക്കലും അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുആ ചെയ്തു. ആ ദുആ മഖ്ബൂലാണ്. എല്ലാ അമ്പിയാക്കന്മാരും അല്ലാഹു സ്വീകരിക്കും. പ്രത്യേകിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയാൻ കിടക്കുന്ന അവസാന നിമിഷത്തിൽ ഖൽബിൽ തട്ടിക്കൊണ്ട് ചെയ്ത ദുആണ്, പടച്ചവനെ മുൻഗാമികളായ അമ്പിയാക്കന്മാരെ ഖബറിൽ ചെന്ന് ആരാധന ചെയ്ത് സുജൂദ് ചെയ്തതുപോലെ എന്റെ ഖബറിനെ ആരാധനാലയമാക്കരുത് അല്ലാഹുവേ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുആ ചെയ്ത ആ ദുആ മഖ്ബൂലാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഖബറിന്മേൽ സുജൂദ് ചെയ്തതോ ആ ഖബറിന്റെ അടുത്ത് നിന്ന് അതിലേക്ക് അഭിമുഖമായി ഖിബിലയാക്കി സുജൂദ് ചെയ്യുകയോ ചെയ്യുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ആയിഷാ ബീവിന്റെ റൂമിന്റെ ഉള്ളിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഖബർ. ഒരു തുറന്നു കൊടുത്തെങ്കിലല്ലേ എന്റെ ഉള്ളിൽ കിടക്കാൻ കഴിയുള്ളൂ. ഒരാൾക്കും ആ ഖബറിന്മേൽ സുജൂദ് ചെയ്യാൻ കഴിയൂല, ഖബറിന്റെ തൊട്ടടുത്ത് സുജൂദ് ചെയ്യാൻ കഴിയൂല. പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അമീറായിരുന്ന സമയത്ത്, വലീദ് ബിൻ അബ്ദുൽ മലിക് ഭരിക്കുന്ന സമയത്ത് പുനർനിർമ്മാണം നടത്തിയപ്പോൾ പഞ്ചകോണാകൃതിയിൽ ഇങ്ങനെ ഉണ്ടായി. പഴയകാലത്ത് അഞ്ചേശന്റെ പഞ്ചകോണാകൃതിയിലാണ്. കാരണം എന്താ? അതിലേക്ക് പുറത്തുനിന്ന് കണ്ടെങ്കിലും അതിലേക്ക് ശിബിലേക്ക് മുന്നോട്ട് പോലെ മുന്നിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖബർ ഷരീഫിനെ ഒരിക്കലും പൂജിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. മറിച്ച് അവിടെ നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സലാം പറയുന്നു, അവിടത്തോട് മുനാജാത്ത് ചെയ്യുന്നു, അതിന്റെ പുറമെ അവിടത്തെ കൊണ്ട് ഇസ്തിഗ്ഫാ ചെയ്യുന്നു, തവസ്സുൽ ചെയ്യുന്നു. അഥവാ തവസ്സുലും ഇസ്തിഗാസയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ഇസ്തിഗാസ ചെയ്യുന്നതും ഈ തവസ്സുൽ ചെയ്യുന്നതും അത് നബി തങ്ങൾക്ക് ചെയ്യുന്ന ആരാധനയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ വിശ്വസിക്കാത്തവരാണ്. അള്ളാന്റെ റസൂൽ ദുആറുന്നത് എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് എന്ന് ദുആ ചെയ്തിട്ട് കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ കൊല്ലത്തോട് കൊല്ലം രാപ്പകലില്ലാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്യുക മാത്രമല്ല അവിടത്തോട് തവസ്സുലാക്കിയിട്ടും അവിടത്തോട് നേരെ തവസ്സുല് മാത്രമല്ല ഇസ്തിഗ്ഫാ എന്ന് പറയുന്ന നേരിട്ട് നമ്മൾ പറയുന്ന തവസ്സുലും ഇസ്തിഗാസയും അവിടെ രാപ്പകലില്ലാതെ നടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണെങ്കിൽ ദുആ ചെയ്തതാണെങ്കിൽ കബൂലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞത് ഖബറിങ്ങപ്പൻ സുജൂദ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് തന്നെയല്ല. അവസാനമായിട്ട് പറയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ പരിശുദ്ധ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് ഫർളായ ഇബാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും പുണ്യപ്പെട്ട അമല് മദീന മുനവ്വറയിൽ പോയി നമ്മുടെ കരളാവുന്ന നമ്മുടെ കരളിന്റെ കഷ്ണമാവുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖൽബിലെ കൊട്ടാരത്തിലെ രാജകുമാരനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെയും അവിടുത്തെ സാഹിബിനെയും അവിടുത്തെ കുടുംബത്തെയും സഹാബത്തിനെയും സിയാറത്ത് ചെയ്യലാണ്. ഇത് ഫർളാണ് എന്ന അഭിപ്രായം വരെ മാലിക്കി മദ്ഹബുകാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബാക്കി എല്ലാ മദ്ഹബുകാരും പറയുന്നു ഫർള് കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്പെട്ട സുന്നത്തായ അമലുകളിൽ ഏറ്റവും അഫ്ളലായത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തആല അവിടത്തോട് തവസ്സുലാക്കിയും ഇസ്തിഗ്ഫാ ചെയ്തും നാം അവിടെ ചെന്ന് ഒരുപാട് നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യം പറഞ്ഞ് സിയാറത്ത് ചെയ്യാനും മക്കയിൽ പോയി എല്ലാ പുണ്യസ്ഥലങ്ങളിലും പോയി പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഹജ്ജും ഉംറയും മഖ്ബൂലും മർദിയുമായ സിയാറത്തും ചെയ്തു പോരാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.